ഇത് അളവെടുത്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ലാബിൽ പോയിട്ട് ലാബുകാർ പറയും നമുക്ക് ഈ ചെയ്തിരിക്കുന്നതിൽ കറക്ഷൻസ് ഉണ്ട്, നമുക്ക് വീണ്ടും പേഷ്യന്റിനെ നെക്സ്റ്റ് ഡേ വിളിക്കണം. ഡെന്റലിൽ നമുക്ക് പണ്ട് തൊട്ട് പല്ലിന്റെ അളവുകൾ എടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. പേഷ്യൻസിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും പലപ്പോഴും നമുക്ക് പേഷ്യന്റിന് ഗാഗ് റിഫ്ലക്സുകൾ, ഛർദ്ദിക്കാൻ വരിക, ബുദ്ധിമുട്ട്. ഇപ്പോൾ ഡോക്ടറിനാണെങ്കിലും അളവുകൾ പലപ്പോഴും കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക, നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പേഷ്യന്റിനെ വിളിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഇൻട്രാഓറൽ സ്കാനർ. സോ ഇൻട്രാഓറൽ സ്കാനറിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 ഡയമെൻഷനലി നമുക്ക് പേഷ്യന്റിന്റെ സ്കാൻ അപ്പം തന്നെ കിട്ടും. ഇതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഒരു സ്കാനിങ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഇൻട്രാഓറൽ സ്കാനർ. നമുക്ക് ജസ്റ്റ് പേഷ്യന്റിന്റെ വായിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ കംപ്ലീറ്റ്, നമ്മൾ ഫസ്റ്റ് അപ്പർ ആർച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പർ ആർച്ച് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിതിൽ കിട്ടുന്നതാണ്. സോ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിന്റെ ലോവർ ആർച്ച് എടുക്കാവുന്നതാണ്. ഈ പേഷ്യന്റിന്റെ കംപ്ലൈന്റ് എന്തായിരുന്നു, അതായത് ചിരിക്കുമ്പോൾ അവർക്ക് ഈ പല്ല് പൊന്തി നിൽക്കണം, ഒരേ നേരെയല്ല എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ്. നമുക്ക് ഈ സ്കാൻ വഴി ഇതായിരിക്കും ഫൈനൽ റിസൾട്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മൾ അലൈനർ വെച്ചിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ വരിക എന്നുള്ള ഫൈനൽ റിസൾട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും.